ഇങ്ങനത്തെ വെണ്ടയ്ക്ക കണ്ടുണ്ടോ? കണ്ടോ? നല്ല രസമൊക്കെ. ഇത് മറ്റേ വെണ്ടയ്ക്കയുടെ നമ്മുടെ നാടൻ വെണ്ടയ്ക്കയുടെ അത്ര തന്നെ വഴുവഴുപ്പൊന്നുമില്ല. ഇതുകൊണ്ട് ഒരു കൂട്ടാൻ നിൽക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം. നല്ല അടുത്തടുത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വെണ്ടയ്ക്ക മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നുറുക്കി വെച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ പോയിപ്പോൾ 2 കിട്ടിയുള്ളൂ. കുഴയ്ക്കാം. അടുപ്പത്ത് പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താന്ന് പറയാ, മെഴുക്ക് വരട്ടി. വല്ലാണ്ട് വലുതാക്കി നോക്കണ്ട, അങ്ങനെ ചെറുതാക്കി നോക്കിയാൽ മതി, സ്ലൈസാക്കിയിട്ട്. മറ്റേ വെണ്ടയ്ക്കയുടെ അത്ര കേടുമില്ല കേട്ടോ അതിന്. സാധാരണ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക, നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്ന നാടൻ വെണ്ടയ്ക്കാണെങ്കിൽ അതിന് കൂടുതൽ കേടുണ്ടാവാറുണ്ട്. ഇതിനങ്ങനെ കേടില്ല. നമുക്ക് ആദ്യം ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇതൊന്ന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴട്ടണം, ചെറുതായിട്ട് വഴട്ടണം. കണ്ടോ, ഒട്ടും ആ വഴുവഴുപ്പില്ല. കായ മെഴുക്ക് വരട്ടി റെഡിയായി കേട്ടോ. ഉള്ള മഞ്ഞപ്പൊടി ഇട്ട് വട്ടുക, അത്രേ ഉള്ളൂ. ഞാനൊരു ലേശം പുളിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് പുളി വേണ്ട. ഇത്തിരി നമ്മൾ വെണ്ടയ്ക്ക പുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളി ഇടുമല്ലോ. ഇതിരി നല്ലോണം വെള്ളത്തിലിട്ട് പിന്നെ അതിൽ തന്നെ അത് തിളപ്പിക്കുള്ളൂ. എന്താ വെച്ചാൽ ഓൾറെഡി ഒരു വേവ് കഴിഞ്ഞല്ലോ അങ്ങനെ വഴട്ടുമ്പോൾ. ആരൊക്കെയോ എന്നോട് ഈ പാത്രത്തിൻ്റെ ഇത് എവിടുന്നാ വാങ്ങിയെന്നൊക്കെ ചോദിച്ചു നോക്കുക. ഇത് കുറേ കാലമായി അതിൽ വന്നിട്ടുണ്ട്. കുറേ കാലമായി ഈ പാത്രം വാങ്ങിയിട്ട്. എവിടുന്നാണ് വാങ്ങിയതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. പക്ഷെ നല്ല സൗകര്യമാണ്. പക്ഷെ അതിനൊരു ദോഷം ഉണ്ടെന്താ വെച്ചാൽ നമ്മൾ കഴുകി വയ്ക്കുമ്പോൾ എപ്പോഴും തുള്ളി എണ്ണ അതിലുണ്ടാവണം. പിന്നെ ഞാൻ വെള്ളമൊഴിച്ച് തിളപ്പിക്കേണ്ട സാധനങ്ങൾ അധികം ഇതിൽ ഉണ്ടാക്കലില്ല. അത്ര കനലില്ല അതിന്. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റായി, അതാണ് ഏറ്റവും നല്ലത്. ഈ വെണ്ടയ്ക്ക മറ്റേ വെണ്ടയ്ക്കയുടെ എന്ത് ചുരുങ്ങണില്ല കേട്ടോ. അങ്ങനെ ചുങ്ങ അതില്ല, ചെറുതാവില്ല, അതില്ല. ഏത് ചട്ടിയിലാണ് വയ്ക്കുക അല്ലേ? കൂടി ഇറക്കുന്നത് നമുക്ക് ഈ ചട്ടിയിലാണ് വെക്കണേ. ഈ തക്കാളി മുറുക്കി ഇട്ടിട്ട് ഈ തേങ്ങയും എനിക്കുള്ള വറവുകളില്ലേ അതൊന്ന് ശരിയാക്കാം. ആദ്യം ലേശം ഉഴുന്ന് കേട്ടോ. ഒരു എന്താ പറയുക, ടേബിൾ സ്പൂൺ കഷ്ടി ഉഴുന്നുണ്ട്. ഉഴുന്ന് നമുക്ക് നല്ലോണം ചോക്കന വറക്കാം. ഉഴുന്ന് വറക്കുമ്പോഴേ ഒരു പ്രത്യേക വാസനയാണ്. ഈ തമിഴ് വിഭവങ്ങളിൽ കുറേ എണ്ണത്തിലുണ്ട് ഉഴുന്ന് വറക്കൽ. അവർ പിറ്റ്ല എന്നൊക്കെ കൊണ്ട് കുറേ കറികളുണ്ട്. പാലക്കാട് അമ്മയൊക്കെ ഉണ്ടാക്കലുണ്ട്. ഉഴുന്ന്, ഉലുവ, അതുപോലെ മല്ലി, അതൊക്കെ വറുത്തിട്ട്, പരിപ്പ്, കടലപ്പരിപ്പ്, അതൊക്കെ വറുത്തിട്ട് കറി അരച്ച് കൂട്ടി കറി ഉണ്ടാക്കും. ഉഴുന്ന് മൂക്കുമ്പോൾ ഒരു പ്രത്യേക വാസന കേട്ടോ. അതുതന്നെയാണ് ആ കൂട്ടാൻ്റെ വാസന. ഒന്ന് ചോക്കനങ്ങനെ ആക്കാം. നോക്കാം.
നല്ല വാസന വരും ഉഴുന്ന് മൂത്താം. ഇപ്പം തന്നെ എനിക്ക് മുളക് കൂടാണ്, നാളികേരത്തിനൊപ്പം അല്ല ഇടണം. മുളകിന് ചൂടായ വാസന വരുമ്പോൾ എനിക്ക് ഞാൻ ലേശം ഉള്ളി ഇടാണ്. മാറ്റിയിട്ട് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ആദ്യം വറുക്കാൻ പറയും, അതൊക്കെ ഇതിലെങ്കിലും ആകെ ഇങ്ങോട്ട് പെനയും. കുറച്ചും കൂടി തേങ്ങ കേട്ടോ, വല്ലാണ്ട് തേങ്ങ വേണ്ട. തേങ്ങ അത് നല്ലോണം വറവാവണം. ഞാൻ ഈ കഷ്ണം അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ പുളി കലക്കി വെച്ചിട്ടില്ലേ, ആ വെള്ളം അതിലേക്ക് ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അത് വെള്ളം പാകം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇത് അരയ്ക്കണം. അത് ജസ്റ്റ് ഒന്ന് തിളക്കി ഉണ്ടാവും, പുളിയൊന്നും വേണ്ട താമസമുള്ളൂ. ഉപ്പും അതെപ്പോൾ തന്നെ ഇടാം നമുക്ക്. ഇത് അരച്ചുകൊണ്ട് ഒരു സാധനം കൂടി കൂട്ടാണ്ട് കേട്ടോ, അത് മറന്നു. മല്ലിയാണേ, 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ അതിൽ കൂട്ടണം. മല്ലി വറുത്തിട്ടില്ലെങ്കിൽ വറുക്കണം കേട്ടോ, ഞാൻ മറന്നു. ഇത് വറുത്ത പൊടിയാണ് മല്ലി, അത് കാരണം പിന്നെ കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ കൂട്ടണ്ടേ. ഓണം തിളച്ചു. എനിക്ക് ഞാൻ കൂട്ട് കൂട്ടാണ്. കണ്ടാൽ സാമ്പാറിൻ്റെ കൂട്ടിൻ്റെ കളറൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ആ ഉഴുന്നിൻ്റെ വാസനയാണെങ്കിൽ മുന്തി വരും. ഈ തിളച്ച് ഒരു വറവൂട്ട പണി കഴിഞ്ഞു. ഇങ്ങനെ വെള്ളമായിട്ടൊരു കൂട്ടാൻ, ഇങ്ങനെ കട്ടിയാവണേക്കാ സ്വാദ് വെള്ള ഇങ്ങനെ ശ്രോവനായിട്ടാണ്. നല്ലോണം തിളച്ചു. ഇത് വാങ്ങിയേക്കട്ടെ, എന്നിട്ടൊരു വറവിടാം. ഈ ചട്ടിക്ക് ഇതിൻ്റെ ഉള്ളിൽ മോറില്ല കേട്ടോ, മോറും വെറുതെ ഇങ്ങനെ വെള്ളമൊഴിച്ച് മോറുള്ളൂ. അപ്പോൾ പിന്നെ ആ എണ്ണമയം ഇങ്ങനെ അവിടെ നിന്നോളും. അപ്പോൾ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. കായ മെഴുക്ക് വരട്ടി റെഡിയായി. അപ്പോൾ ഊണഴിക്കട്ടെ. വിഭവങ്ങൾ റെഡിയായി. മാഷ് പുറത്ത് പോയിരിക്കാം. എൻ്റെ ടൈം എന്താ 1 മണിയാണ് ഞാൻ കഴിക്കുന്ന ടൈം. ചോറ് വളരെ കുറച്ചു കിട്ടതാ. ചോറ് കണ്ടോ, ഇത്ര ചോറ് എടുക്കലുള്ളൂ. ഇപ്പോൾ ആകെ സങ്കടം വരും. ചോറ് ഉണ്ടാകുന്നതൊക്കെ ഉണ്ട്, പക്ഷേ അതിന് പകരമൊക്കെ നല്ലോണം മെഴുക്ക് വരട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലോണം കൂട്ടും കേട്ടോ. കായ മെഴുക്ക് വരട്ടി ആണ് നമ്മുടെ വെണ്ടയ്ക്ക വറുത്തരവ്. പിന്നൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ, എനിക്കൊരു അടിപൊളി കോമ്പിനേഷനാണ്. വേണ്ട പച്ചമുളക് ഉപ്പ് നിറച്ച് വറക്കണത് എല്ലാത്തിനും നല്ലതാട്ടോ.
അങ്ങനത്തെ നാടൻ കൂട്ടാനുകളൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ അതിനൊരു പ്രത്യേക സ്വാദം കേട്ടോ. കുറേ പേര് പറയുന്നേ പട്ടിക്കാട് പച്ചക്കറി എന്നൊക്കെ പറയും കേട്ടോ. എന്നാലും എനിക്കെന്തോ അറിയില്ല, അതൊന്നും മടുക്കില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. സൂപ്പറാട്ടോ. ഈ മുളകാണ് അതിൽ ഹൈലൈറ്റ്. സത്യം പറഞ്ഞാൽ ഈ ഡയറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ മുളക് അത്ര ആരോഗ്യപരമൊന്നുമല്ല. പക്ഷെ ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു നുള്ളു വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ്, എരിവുണ്ട്. അതേമാതിരി കൂട്ടാനും അതേ നല്ല എരിവ് വേണം കേട്ടോ. എരിവുണ്ടായാലേ സ്വാദ്. അപ്പോൾ ശരി, പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.